ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അർജുന 2.0 നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ 25 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 26 to 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ കുറേ പേര് പറഞ്ഞു 10 ക്വസ്റ്റ്യൻ വെച്ച് തരണമെന്ന്. 10 ക്വസ്റ്റ്യൻ വെച്ച് എനിക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല 10 ക്വസ്റ്റ്യൻ വെച്ച് എനിക്ക് ഡെയിലി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ എനിക്ക് അരമണിക്കൂറിൽ പിന്നെ വീഡിയോ ഇടുന്നതും ഒരു 45 മിനിറ്റിനുള്ളിൽ എനിക്ക് ഡെയിലി ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ 5 ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ എത്ര സമയമില്ലെങ്കിലും കണ്ടെത്തി ചെയ്യും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റും കൂടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസും അതുപോലെ കൺസെപ്റ്റൂടാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകാം. നിങ്ങൾക്ക് തരുന്ന കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇത് യൂസ് ആവുന്നു എന്നറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാം. ഇപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കുക. മാക്സിമം എല്ലാ ദിവസവും ക്ലാസ് തന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. വേറെ ഒന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. ഓക്കെ, നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുള്ള ഹോംവർക്ക് ആയിരുന്നു നമ്മുടെ 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ നമ്പർ കെ ഈക്വൽ ടു 42 ഇൻറ്റു 25 ഇൻറ്റു 54 ഇൻറ്റു 135 ഈസ് ഡിവിസിബിൾ ബൈ 3a ദെൻ ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് എ. അപ്പോൾ 5 ക്വസ്റ്റ്യൻ ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഓരോ ക്വസ്റ്റിനും പഠിക്കാം. കൺസെപ്റ്റ് പഠിച്ച് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാച്ച് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ഒരു നമ്പർ കെ എല്ലാ എക്സാംസിനും ഉപയോഗിക്കാം. അപ്പോൾ ഈ നമ്പർ 42 ഗുണം 25 ഗുണം 54 ഗുണം 135. അപ്പോൾ ഈ കെ എന്ന് പറയുന്ന നമ്പർ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 7 ഉണ്ട് ഇവിടെ. ബാക്കി 6 ഗുണം 25 ഗുണം 54 ഗുണം 135. 135-നകത്ത് 9 ഉണ്ട്. 9 ഗുണം 15 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 3a കൊണ്ട് എന്താണ് ഡിവിസിബിൾ ആണെന്ന് പറയുന്നത്. അപ്പോൾ 3a കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ നമ്പർ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ എവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്. ഓൾറെഡി 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്. അപ്പോൾ 3 ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള 3 അല്ലാത്ത വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. എയുടെ 3 അല്ലാത്ത വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് എ എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തായാലും എന്തുണ്ട്, 42-നകത്ത് 7 ഉണ്ട്. അപ്പോൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ 42 കാണുമ്പോൾ തന്നെ 6 ഗുണം 7 ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്, 7 എന്ന് പറയുന്ന വാല്യൂ എന്തായാലും അവിടെ ഉണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏറ്റവും വലിയ വാല്യൂ എത്ര തന്നെയാണ്, 7 തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ഈസി ആയിട്ട് ആൻസർ കൊടുക്കുക. ഇവിടെ വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇത് 3ൻ്റെയും 7ൻ്റെയും 21ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിനകത്ത് 21 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പേനയൊന്നും എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻസ് പെൻ ഫ്രീ ആയിട്ട് ചെയ്താൽ മാത്രമേ ഇച്ചിരി പ്രയാസമായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ളൊരു ഒരുപാട് സമയം എടുക്കുന്ന അല്ലെങ്കിൽ ലീവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊരു 1 മിനിറ്റിനകത്ത് ബാക്കി പാടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പേന എടുക്കാതെ തന്നെ ചെയ്യണം. പിന്നെ അത് വേറെ കൺസെപ്റ്റായിട്ടൊന്നും പഠിക്കാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. 27ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് 7-digit number 678p37q is divisible by 75 and p is not a composite, then the value of p and q. പറയുന്നു p എന്തല്ല, കോമ്പോസിറ്റ് അല്ല. അതായത് p പ്രൈം നമ്പർ ആണ്, പക്ഷെ അതിലിവിടെ കാര്യമില്ല. then the values of p and q. അപ്പോൾ ഈ നമ്പർ എങ്ങനെയുള്ള നമ്പറാണ്, 678p37q. പിന്നെ അത് പിയും ക്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെന്താണ്, ഇത് 75ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഈ നമ്പർ 75ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ പിന്നെ നമുക്ക് 75 നമുക്ക് എങ്ങനെ എഴുതാം, 3 ഗുണം 25 എഴുതാം കോപ്രൈമായിട്ട്. അപ്പോൾ ഈ നമ്പർ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 25ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഒരു നമ്പർ 25ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഒരു നമ്പറിൻ്റെ 25ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 25 എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ ആണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് എന്തായിരിക്കും, 25ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 25ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ലാസ്റ്റ് 2 ഡിജിറ്റ്. അപ്പോൾ ഇത് 75ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഇവർ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നേക്കും. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ നമ്പർ 25ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 25ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ എന്ത് വന്നേ പറ്റൂ, 75. 7 കഴിഞ്ഞ് ക്യൂ 5 ആയെങ്കിലേ പറ്റത്തുള്ളൂ. ക്യൂ 5 ആയെങ്കിൽ മാത്രമേ 75 എന്ന് പറയുന്ന വാല്യൂ എന്താവത്തുള്ളൂ, 25ൻ്റെ മൾട്ടിപ്പിൾ ആവത്തുള്ളൂ. അപ്പോൾ ക്യൂവിന് ഒരിക്കലും 0 വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി ബാക്കിയുള്ള എല്ലായിടത്തും എന്താണ്, ക്യൂ 5 ആണ്. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാം, ക്യൂവിൻ്റെ വാല്യൂ 5 ആണെന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ക്യൂ നമ്മൾ 5 ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഇനി നോക്കേണ്ടത് 3ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതെന്താ, 25ൻ്റെ മൾട്ടിപ്പിൾ ആയി. ക്യൂ 5 കൊടുക്കുമ്പോൾ ഇത് 25ൻ്റെ മൾട്ടിപ്പിൾ ആയി. ഇനി പിക്ക് നമുക്ക് 3 കൊടുത്ത് നോക്കാം. 3 കൊടുക്കുമ്പോൾ എന്ത് വരും, ഞാൻ പറഞ്ഞു 3ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് പിന്നെ കൂട്ടണ്ട. 6 എടുക്കേണ്ട ആവശ്യമില്ല. 7 8 15 എടുക്കേണ്ട ആവശ്യമില്ല. 3 എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 7 5 12 7 5 12 3ൻ്റെ മൾട്ടിപ്പിൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി നിൽക്കുന്ന പി മാത്രമാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പി എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3 മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അവർ 3ൻ്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയുണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 9. 3 6 9 വരാം, അല്ലെങ്കിൽ 0 വരാം. അപ്പോൾ ഇവിടെ പറയുന്നു ഇത് കോമ്പോസിറ്റ് അല്ല, 0 കോമ്പോസിറ്റും അല്ല, പ്രൈമും അല്ല. 6 9 എന്താണ്, കോമ്പോസിറ്റ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വരാൻ പറ്റുന്ന ഒരേ ഒരു വാല്യൂ ഏതാണ്, പിക്ക് 3 മാത്രമേ ഉള്ളൂ. അതായത് പ്രൈം നമ്പറായിട്ട് ഒരേ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പിയുടെ വാല്യൂ 3ഉം പി ഈക്വൽ ടു 3ഉം ക്യൂ ഈക്വൽ ടു 5ഉം ആണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, പി ഈക്വൽ ടു 3ഉം ക്യൂ ഈക്വൽ ടു 5ഉം, ഓപ്ഷൻ സി.
ഇതൊക്കെ കൺസെപ്റ്റാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് തന്നെ ചെയ്യണം, പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ ഞാൻ എന്ത് ചെയ്യും, ഓരോ ക്വസ്റ്റ്യനിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ നിങ്ങൾ കൺസെപ്റ്റുകൾ എന്ത് ചെയ്യും, പഠിച്ച് പോകും. ചില ക്വസ്റ്റിനകത്ത് ചിലപ്പം ഒരു 10 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കൺസെപ്റ്റ് കാണും, അത് ഞാൻ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. യെസ്. അപ്പോൾ ഇവിടെ ഇനി എങ്ങനെയാണ് പേന എടുക്കുക ചെയ്യുന്നത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ 75 3 × 25 ആണ്. 25ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ക്യൂവിൻ്റെ വാല്യൂ 0 വരാൻ പാടില്ല, 5 വരണം. ബാക്കിയെല്ലാം 5 അപ്പോൾ 5 വന്നു കഴിഞ്ഞാൽ എന്ത് വരും? 12 നോക്കണ്ട, 3 നോക്കണ്ട, 15 നോക്കണ്ട, 6 നോക്കണ്ട. പിയുടെ വാല്യൂ 0 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 9 ആണ്. കോമ്പോസിറ്റ് അല്ലാത്തത് കൊണ്ട് പിക്ക് 3 വന്നേ പറ്റൂ. ഓപ്ഷൻ സി, പേന എടുക്കാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ബാക്കി കൺസെപ്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മൈൻഡിലൂടെ എന്താണ് പോകേണ്ടതെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പറഞ്ഞു തരുവാണ്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ കാണണം, അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങളുടെ മാത്സിൽ നിങ്ങൾക്ക് വളരെയധികം ചേഞ്ച് ഉണ്ടാവും. എന്നെ ആദ്യം മുതലേ നമ്മൾ 1 വർഷത്തിൽ 1.5 വർഷത്തോളം, 1 വർഷവും 2 മാസവും എന്തോ ആയി ചാനൽ തുടങ്ങിയിട്ട്, അന്ന് മുതൽ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അന്നത്തെ മുതൽ ക്ലാസ് കണ്ടു വന്നവർക്ക് അറിയാം നിങ്ങളുടെ മാത്സിൽ എന്തോരം ചേഞ്ച് ഉണ്ടായെന്ന്. അത് ഡെയിലി നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് ഡെയിലി നിങ്ങൾക്ക് ഞാൻ ക്ലാസ് തരുന്നത്. ഓക്കെ. എനി 6-digit നമ്പർ ദാറ്റ് ഈസ് ഫോംഡ് ബൈ റിപ്പീറ്റിംഗ് എ 3-digit നമ്പർ ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ. അപ്പോൾ ഇത് നിങ്ങളൊരു തിയറി ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. 1001ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതെങ്ങനെയാണ് വരുന്നത്? അതായത് ഇതുപോലെ എ ബി സി എന്ന് പറയുന്ന നമ്പർ. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു അല്ലെങ്കിൽ എ ബി സി എ ഇൻറ്റു എത്രയാണ്? 1 2 5 0 1 2 3 4 5 പ്ലസ് ബി ഇൻറ്റു എത്ര പൂജ്യമാണ്? അല്ലെങ്കിൽ ഓക്കെ, ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. എ ബി സി എനിക്ക് ഇങ്ങനെ എഴുതാം. ഇതിൻ്റെ ഡെറിവേഷൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്, വേണമെങ്കിൽ ഡെറിവേഷൻ കാണിച്ചു തരാം. ഇതുകൊണ്ടാണ് ഈ 5 ക്വസ്റ്റിനെ പറയുന്നുള്ളെങ്കിലും അതിനകത്തുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ ഇനി എനിക്ക് എ ബി സി 0 0 0 അധികം എ ബി സി എനിക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ എ ബി സി 0 0 0 എങ്ങനെ എഴുതാം? എ ബി സി ഇൻറ്റു 1000 ആണ്. 1000 പ്ലസ് എ ബി സി ആണ്. അപ്പോൾ എ ബി സി കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാതിനെ? 1000 അധികം 1, അതായത് 1001 അല്ലെങ്കിൽ എ ബി സി ഇൻറ്റു 1001. ഈ നമ്പർ എന്തായിരിക്കും? 1001ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ടാണ് എ ബി സി എന്ന് പറഞ്ഞ ഈ ഫോമിലുള്ള നമ്പർ 1001ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ 1001 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 × 13 × 11 ആണ്. ഇതാണ് കണ്ടത്. അപ്പോൾ ഒരു നമ്പർ 7ൻ്റെയും 13ൻ്റെയും 11ൻ്റെയും മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞാൽ ആ നമ്പർ എന്തായിരിക്കും? 1001ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആ നമ്പറിനെ നമുക്ക് എ ബി സി ഫോമിൽ എഴുതാം. അപ്പോൾ ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി പഠിച്ചു പോയാൽ എല്ലാം എന്താണ്? സെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എ 7-digit നമ്പർ, ഈ നമ്പർ ഡിവിസിബിൾ ബൈ 33 ആൻഡ് എ ബി സി ആർ പ്രൈം നമ്പേഴ്സ്, ദെൻ ദ മാക്സിമം വാല്യൂ ഓഫ് 2a + 3b + 3. അപ്പോൾ ഇത് കുറേ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാണേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഡൗട്ട് വന്നിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഈ നമ്പർ 33ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പർ 3 കൊണ്ടും 11 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 5 2a 6b 7c 3 കൊണ്ട് മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാൻ എന്ത് ചെയ്യണം? ഡീറ്റെയിൽസ് സം എടുക്കണം. 3 ഉള്ളത് മാറ്റാം. 6 നോക്കണ്ട. 5 2 7 7 14. ഇപ്പോൾ 14 കഴിഞ്ഞാൽ a + b + c എന്ത് പറഞ്ഞാൽ 14ലൂടെ 2 വരാം. 14 2 16 ആണ്. പിന്നെ 14 2അല്ലോ. 14 കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ ഏതാണ്? 1 വരാം. 15 അല്ലെങ്കിൽ 4 വരാം. 1 4 7 4 വന്നാൽ 14 വരുന്ന 6. നമ്പർ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. 7 7 14. അതെ 14 ആണ്. a + b + c നമുക്ക് 1 വരാം. അപ്പോൾ 15 ആവും. a + b + c 18 ആവണമെങ്കിൽ 4 വരാം. പിന്നെ 21 ആണെങ്കിൽ 7 വരാം. ഇങ്ങനെ 10 വരാം, 13 വരാം. അങ്ങനെയുള്ള വാല്യൂസ് വരാം. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ a + b + c ഏത് വാല്യൂ ആണെന്ന് അറിഞ്ഞൂടാ. ഇനി അതെന്താണ്? എയും ബിയും സിയും പ്രൈം ആണ്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് 11ൻ്റെ മൾട്ടിപ്പിൾ നോക്കാം. 11ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ എന്ത് വേണം? 11ൻ്റെ മൾട്ടിപ്പിൾ ആവണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. എ ബിയും സിയും എയും പിന്നെ 5. അപ്പോൾ 5 + a + b + c ആണ് ഓഡ് പ്ലേസിലെ സം എന്ന് പറയുന്നത്. ഇനി ആൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്ത നോക്കൂ. 7 × 13 2 15. 15 ആണിത്. ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 15 - 5 അത് പോയി. അല്ലെങ്കിൽ a + b + c. ഇതിൻ്റെ ഡിഫറൻസ് എന്ത് വരണം? ഇതിൻ്റെ ഡിഫറൻസ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ. 11 അല്ലെങ്കിൽ 22 വന്നാലേ ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആവും. അപ്പോൾ അങ്ങനെയാണെന്നാണ് പറയുന്നത്. 11ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ a + b + cക്ക് ഇവിടെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാണ്? a + b + cക്ക് ജസ്റ്റ് കോമൺ സെൻസ് ആണ്. a + b + cക്ക് ഞാൻ 10 കൊടുത്തു കഴിഞ്ഞാൽ, a + b + cക്ക് 10 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ 15 ആവും. 15 - 15 0. 11ൻ്റെ മൾട്ടിപ്പിൾ ആവും. 10 വന്നാൽ 10 വരാൻ ചാൻസ് ഉണ്ടോ? 10 വരാം. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് കിട്ടി 10 വരാം. ഇവിടെ നമുക്ക് ഇത് 10 വരാം. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം a + b + cയുടെ വാല്യൂ 10 ആണ്. അതായത് 3 പ്രൈം നമ്പർ, അതിൻ്റെ സമ്മ് 10 വരണം. അപ്പോൾ പ്രൈം നമ്പറിൻ്റെ സമ്മ് എടുക്കുമ്പോൾ ഇവിടെ ഈവൻ നമ്പർ ഉണ്ടെങ്കിൽ 3 ഓഡ് നമ്പർ കൂട്ടുമ്പോൾ 3 + 7 + 3 നമുക്ക് 10 3 13. എപ്പോഴും എന്തേ വരത്തുള്ളൂ? ഓഡ് നമ്പർ വരത്തുള്ളൂ. 3 + 9 + നോക്കാം 17. 17 26 3 29. എപ്പോഴും ഓഡ് നമ്പർ വരത്തുള്ളൂ. അപ്പോൾ 3 നമ്പർ കൂട്ടുമ്പോൾ 3 പ്രൈം നമ്പർ കൂട്ടുമ്പോൾ നിങ്ങൾ ഏത് ഓഡ് നമ്പർ വേണമെങ്കിലും കൂട്ടിക്കോ. അത്
അപ്പോൾ സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കുറച്ച് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അരമണിക്കൂറുള്ള ക്ലാസ് ആവും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഞാൻ മാക്സിമം കണ്ടന്റ് ഞാൻ തന്നിരിക്കും. അപ്പോൾ സ്പീഡ് കൂട്ടി പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്കത് യൂട്യൂബിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 7+9+17 നിങ്ങൾ എന്ത് വേണമെങ്കിലും കൂട്ടി 26, 7, 33. എപ്പോഴും 3 ഓഡ് നമ്പർ കൂട്ടുമ്പോൾ എന്തേ വരത്തുള്ളൂ, ഓഡ് നമ്പർ വരത്തുള്ളൂ. എന്നാൽ പ്രൈം നമ്പറിൽ ആകെ 2 മാത്രമാണ് എന്തുള്ളത്, ഈവൻ ആയിട്ടുള്ള പ്രൈം നമ്പർ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എന്ത് വന്നത്, ഇവിടെ ഈവൻ വന്നത്. അതിൻ്റെ അർത്ഥം ഒരു നമ്പർ എന്താണ്, ഈവൻ ആണ്. അതായത് സ്മോളസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒൺലി ഈവൻ പ്രൈം നമ്പർ 2 ആണ്. അപ്പോൾ ഒരെണ്ണം 2 മനസ്സിലായി, ബാക്കി 2ഉം 3ഉം 5ഉം 2, 3, 5 കൂട്ടുന്നതാണ് 10. അപ്പോൾ എക്ക് നമുക്ക് 2 കൊടുക്കാം, ബിക്ക് നമുക്ക് 3 കൊടുക്കാം, സിക്ക് നമുക്ക് 5 കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, മാക്സിമം വാല്യൂ ഓഫ് 2a + 3b + c. അപ്പോൾ മാക്സിമം വാല്യൂ വരണമെങ്കിൽ നമ്മൾ എന്ത് വേണം, ഓരോന്നിനും വാല്യൂ കൊടുക്കണം. അപ്പോൾ എക്ക് നമുക്ക് എന്ത് കൊടുക്കാം, 2 കൊടുക്കാം, ബിക്ക് 3 കൊടുക്കാം, സിക്ക് 5 കൊടുക്കാം. പക്ഷേ മാക്സിമം വാല്യൂ അത് മാക്സിമം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രോഡക്റ്റ് വരുന്നിടത്ത് എന്ത് ചെയ്യണം, മാക്സിമം വാല്യൂ കൊടുക്കണം. ഇപ്പോൾ 2 × എക്ക് എന്ത് കൊടുക്കാം, എക്ക് നമുക്ക് 3 കൊടുക്കാം. 3 × 5 അല്ലേ, 2a + 3b + 5c. അപ്പോൾ മാക്സിമം വാല്യൂ വരണമെങ്കിൽ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് മാക്സിമം വരുന്നിടത്ത് കൂടുതൽ വാല്യൂ ആണ്. അതായത് ബിക്ക് നമ്മൾ 5 കൊടുക്കണം. അപ്പോൾ 3 × 5 15 വരും. പ്ലസ് ഇവിടെ പ്രോഡക്റ്റ് കിടക്കുന്ന അടുത്ത വലുത് ഏതാ, അടുത്ത 3 ആണ്. അപ്പോൾ നമുക്ക് 2 × 3 കൊടുക്കണം. പ്ലസ് ഏറ്റവും ചെറിയ വാല്യൂ നമുക്ക് മൾട്ടിപ്പിൾ ഇല്ലാത്ത രീതിയിൽ കൊടുക്കണം. ഇത് കോമൺ സെൻസ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇതെല്ലാവരും ചെയ്യത്തില്ല. 6 + 15 + 2 നമുക്ക് 21, 2, 23. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. 23 ആണ് ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 2a + 3b + c. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ കൂടി നിങ്ങൾ ഏത് വാല്യൂ കൊടുക്കണം എന്നുള്ളവർ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ 5 എടുത്ത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്ക് ഞാൻ 5 കൊടുത്തു, അപ്പോൾ 10 വരും. ബിക്ക് ഞാൻ 3 കൊടുത്തു, ബിക്ക് 3 കൊടുത്താൽ 9 വരും. സിക്ക് 2 കൊടുത്തു, 21 വരത്തുള്ളൂ. ഇനി നമുക്ക് എക്ക് 2 കൊടുത്താൽ 4 വരും, ബിക്ക് 3 കൊടുത്താൽ 9 വരും, പ്ലസ് 3, സിക്ക് 5 വരും, 13, 5, 18 വരത്തുള്ളൂ. 18 ചിലപ്പോൾ ഓപ്ഷനിൽ കാണും, അതല്ല മാക്സിമം വാല്യൂ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളാം. ചോദിച്ചേക്കുന്നത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ അനുസരിച്ച് എന്ത് ചെയ്യുക, വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇത് അടിപൊളി ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരുപാട് പേർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്കിത് ഡൗട്ട് വരരുത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. ഈ നമ്പർ എടുക്കുക, 33 മൾട്ടിപ്പിൾ ആവുമ്പോൾ ഫസ്റ്റ് 3ൻ്റെ കേസ് എടുത്തു, പിന്നെ 11ൻ്റെ കേസ് എടുത്തു. രണ്ടിലും മാച്ച് ചെയ്യുന്നത് 10 ആണ്. അപ്പോൾ നമ്മൾ a + b + c 10 വന്നു. പിന്നെ 3 ഓഡ് നമ്പർ അല്ലെങ്കിൽ പ്രൈം നമ്പറിനകത്ത് ഓടല്ലാത്ത നമ്പർ 2 മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് പ്രൈം നമ്പർ എടുത്താലും സം ഓടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈവൻ വന്നതുകൊണ്ട് ഒരെണ്ണം 2 ഉറപ്പിക്കാം. 3, 5. അപ്പോൾ എക്കും ബിക്കും സിക്കും ഇനി കൊടുക്കേണ്ട വാല്യൂ അവർ പറഞ്ഞിട്ടില്ല, ABC പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, മാക്സിമം 5 വരുന്നിടത്ത് എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്ത് 5 കൊടുക്കണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്ത് അടുത്ത വലുത് കൊടുക്കണം, എന്നിട്ട് ഒറ്റയായിട്ട് നിൽക്കുന്ന 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നിടത്ത് ഏറ്റവും ചെറിയ വാല്യൂ കൊടുക്കണം. അങ്ങനെയായിരിക്കും നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അതേതായിരിക്കും 23. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് എന്തുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് പറയുക. അതുപോലെ മാക്സിമം പേർക്ക് നിങ്ങളെ പഠിക്കുന്നവർക്കെല്ലാം ഗ്രൂപ്പുകളിലും എല്ലാം ഷെയർ ചെയ്ത് പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പറയുന്ന കാര്യങ്ങൾ വേസ്റ്റായി പോയത്. ഞാൻ ഒരുപാട് നല്ല ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിന് വിചാരിച്ചത്ര ആൾക്കാർ കാണുന്നില്ല, അല്ലെങ്കിൽ അതിന് റെസ്പോൺസ് കിട്ടുന്നില്ല. അത് വേസ്റ്റായി പോയത്. നമ്മൾ ഇടുന്ന കാര്യം എല്ലാവർക്കും വേണ്ടിയാണ് ഇരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്ത് ഷെയർ ചെയ്ത് കൊടുക്കാം, മലയാളികൾക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 6^25 + 6^26, 6^27, 6^28. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ആയിരുന്നു ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എല്ലാം 6 പവർ എല്ലാം സെയിമാണ്. നമ്മൾ മറ്റേനകത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ 3 ആക്കിയല്ല. ഇവിടെ ഞാൻ 6^25 കോമൺ എടുക്കുക. ഇത് ഡിവിസിബിൾ ബൈ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 6^0, അല്ലെങ്കിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ വരുമോ നോക്കുക. 1 + 6^1, 6 വരും. 6ൻ്റെ സ്ക്വയർ 36 വരും. 6ൻ്റെ ക്യൂബ് 216 വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 6^25 ഇൻറ്റു നമുക്ക് ഏതെങ്കിലും വാല്യൂ 7, 36, 7, 43, 216, 43, 216, 40, 256, 3, 259. അതായത് 6^25 × 259. ഡെയിലി കാൽക്കുലേഷൻ്റെ ആ ഒരു ക്ലാസ് കാണുക, അത് ചെയ്യുക, ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യുക. പിന്നെ മുതലുള്ള വീഡിയോസിൽ ഞാൻ ആ ഒരു സ്ട്രാറ്റജി വീഡിയോയും CGL റാങ്ക് 1ൻ്റെ ആ സ്ട്രാറ്റജിയും അതുപോലെ തന്നെ നമ്മളുടെ കാൽക്കുലേഷൻ്റെ വീഡിയോയും എല്ലാ ഇതിലും കമൻറ്റായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വരുന്നവർ കണ്ട് പഠിക്കുക. അപ്പോൾ 259ൻ്റെ മൾട്ടിപ്പിൾ അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 5 ക്വസ്റ്റ്യൻ ചെയ്തു. അതിൽ ഇതിൻ്റെ കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്ലാസ് ഇച്ചിരി ലെങ്ത് കൂടിപ്പോയി. എനിക്ക് അത്രയും ലെങ്തിൽ ക്ലാസ് ചെയ്യാനല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ പഠിക്കുക. കൺസെപ്റ്റ് കൂടെ പറഞ്ഞു തരും. 5 ക്വസ്റ്റിനകത്ത് കൺസെപ്റ്റ് കൂടെ പറയും. ഇത് ഹോംവർക്കാണ്. സിമ്പിൾ ക്വസ്റ്റൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങളത് കമൻറ്റായിട്ട് പറയുക. നിങ്ങളിത് പഠിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് കമൻറ്റായിട്ട് എല്ലാവരും പറയുക. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഓരോ 50 ക്വസ്റ്റൻ ആകുമ്പോഴും നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് സ്വിച്ച് ചെയ്യും. ആ സമയത്ത് ഇതിൻ്റെ ക്ലാസ് നോട്ട് എന്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടിപൊളിയായിട്ട് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.